Hi friends, Artolog and മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Me dinesh, I am fine artist. ഇന്നത്തെ നമ്മുടെ ആർട്ട് ഡെമോൺസ്ട്രേഷൻ വീഡിയോ എങ്ങനെയാണ് ബ്ലോക്ക് ഇൻ മെത്തേഡ് ടെക്നിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബ്ലോക്ക് ഇൻ മെത്തേഡ് ടെക്നിക്ക് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വസ്തുക്കളെ വരച്ചെടുക്കുമ്പോൾ ഈസിയായി ഷേപ്പുകൾ ചെയ്യാൻ കഴിയുന്ന ഒരു ഡ്രോയിങ് ടെക്നിക്കാണ് ബ്ലോക്ക് ഇൻ മെത്തേഡ് ടെക്നിക്ക്. നമ്മൾ സാധാരണയായിട്ട് ഷേപ്പുകൾ നേരിട്ടാണ് വരയ്ക്കാറ്. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് വസ്തുക്കളുടെ കൃത്യമായ ഷേപ്പ് ലഭിക്കണമെന്നില്ല. കൃത്യമായ ഷേപ്പ് വരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ബ്ലോക്ക് ഇൻ മെത്തേഡ് ടെക്നിക്സ്. ഉദാഹരണത്തിന് ഒരു ഗോളാകൃതിയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ആദ്യം ഒരു സ്ക്വയർ വരച്ചെടുക്കുക. പിന്നീട് അതിൻ്റെ കോർണർ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും ബ്ലോക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു സ്ക്വയറിനുള്ളിൽ ഒരു ഗോളാകൃതി. അത് നമ്മൾ കൈകൊണ്ട് ഇതുപോലെ വരച്ചെടുക്കുന്നതിലും കൃത്യമായ ഏറെക്കുറെ ഷേപ്പിൽ ഇത്തരം രീതി കൊണ്ട് സാധ്യമാകും. ഇത്തരം ടെക്നിക്കുകളാണ് ആർട്ടിസ്റ്റുകൾ ബേസിക്കായിട്ടുള്ള ഷേപ്പുകൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ പെൻസിലാണ് ഈ ബ്ലോക്കിംഗ് മെത്തേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം എറേസ് ചെയ്ത് കളയാവുന്നതാണ്. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും നിങ്ങൾ ആദ്യമായിട്ട് ഇത്തരം ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഷേപ്പുകൾ നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ചില ബേസിക് ഷേപ്പുകൾ എങ്ങനെയാണ് ബ്ലോക്ക് ഇൻ മെത്തേഡിൽ വരച്ചെടുക്കുക എന്ന് നോക്കാം.
ശില്പങ്ങൾ ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും ഷേപ്പുകളെ ബ്ലോക്കുകളായിട്ട് വരച്ചതിന് ശേഷം അതിൽ നിന്നും കാർവ് ചെയ്തെടുക്കുന്ന മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ബ്ലോക്ക് ഇൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫേസ് വരച്ചെടുക്കുക എന്ന് നോക്കാം. ബ്ലോക്ക് ഇൻ ടെക്നിക് നിങ്ങളുടെ കലാപരിശീലനത്തിൽ ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു ആർട്ട് ടെക്നിക്കുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ് ആർട്ടോലോഗ് വീഡിയോസ്.